ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ഡേ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ ദിവസത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാതിര കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ പോയിട്ട് അവരെ കാത്തിരുന്ന് അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ 2-2:15 ആയി തോന്നുന്നുണ്ട് കേട്ടോ പിള്ളേർ വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയത്. പിന്നെ എണീക്കാനായിട്ട് 7:15 കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം ഇന്ന് ഇതുപോലെ തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് പോയിട്ടൊന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് 7 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി. അങ്ങനെ ദേ പതിവ് പോലെ പള്ളിയിൽ അവിടെ എത്തുമ്പോൾ 6:15 കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും ദേ മടങ്ങണു. പിന്നീട് എനിക്ക് തോന്നി 6:15 കുർബാനയ്ക്ക് പോയാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം പെട്ടെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു വിശേഷ ദിവസങ്ങളിലാണ് സാധാരണ ഇവിടെ നിന്ന് നമ്മൾ ഗസ്റ്റ് ബേബി പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്തേക്കും അപ്പച്ചൻ അമ്മച്ചി അല്ലെങ്കിൽ അമ്മ ആരൊക്കെയാണോ നമ്മൾ വിട്ടു പിരിഞ്ഞ് പോയത് അവിടേക്കൊക്കെ ഞാൻ പോവാറ് എല്ലാ വിശേഷ ദിവസങ്ങൾക്കും കുർബാനയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും 11-11:15. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ. എനിക്ക് ഇതിൽ അപ്പൻ്റെ ഫോട്ടോ ഇല്ല, ഡാഡിയുടെ അപ്പൻ്റെ ഫോട്ടോ ഇല്ല, വേറെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കെസ് ബേബിയുടെ അടുത്തൊക്കെ പോയി വന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു നമുക്കിത് ആ പുൽക്കൂട് കാണാമെന്ന്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പോലെ അങ്ങനെ വലിയ പുൽക്കൂടൊന്നും ഇല്ലയെന്ന്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് പുൽക്കൂട് വേണ്ട, നമ്മളുടെ വീട് നമ്മളുടെ നടത്തറ ഇടവകയിൽ നിന്ന് വീടുകൾ പണിത് കൊടുക്കും. അപ്പോൾ എനിക്കും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് വീടില്ലാത്തവർക്കൊരു സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് പള്ളിയുടെ വക ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, അതിലൊരു ഭാഗമാവുക നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ അത് അതിനേക്കാളും നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുൽക്കൂടുമലത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെറുതാക്കി ആ ഫണ്ടും കൂടിയും അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഇത് എനിക്ക് വേറിട്ട ഒരു ഇതായിട്ട് തോന്നി. അതായത് വചസ്സുകൾ ബൈബിളിലത്തെ വാക്യങ്ങൾ മൊത്തം ഇലയിൽ എഴുതിയിട്ട് ഒരു ട്രീ ഉണ്ടാക്കിയേക്കണു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം വലിയ ബൈബിള്. അതായത് ഉള്ളിൽ ഒന്നുമില്ല, പുറമേ ഉള്ളത് മാത്രമാണ് ബൈബിളിൻ്റെ ഒരു കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ അവർ. പക്ഷേ ഇതിൽ സമ്മാനമൊന്നും കണ്ടില്ല. അപ്പുറത്ത് വേറെ 1-2 എണ്ണത്തിനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും മുമ്പിൽ സമ്മാനം ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ സമ്മാനമൊന്നും കണ്ടില്ല. പക്ഷേ നന്നായിട്ടുണ്ട്. എനിക്ക് ഇവിടെ എല്ലാം കണ്ടതിൽ വെച്ച് കുറച്ചും കൂടിയും കുറച്ചും കൂടിയും എഫേർട്ട് എടുത്ത് ചെയ്ത് ഏറ്റവും വൃത്തിയായിട്ട് തോന്നിയത് എനിക്കതാണ് കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ തോന്നുന്നുണ്ട് ഫസ്റ്റ് കിട്ടിയേക്കണം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കെന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലാവണില്ല ഏതാണെന്നുള്ളത്. ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങളെല്ലാ പുൽക്കൂടും പതുക്കെ അങ്ങനെ കണ്ട് ഞാനും ഡാഡി മാത്രമല്ല. അപ്പോൾ അപ്പുറത്ത് കുറേ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടേക്ക് പോകണ്ട, ഇത് കണ്ടത് മതി. കാരണം സമയം നോക്കിയപ്പോൾ 9:15 അപ്പോൾ കുറേ ലേറ്റായി. ഇനിയും പോകണം പല സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ. പിന്നെ അടുത്ത് നെല്ലിക്കുന്നാണ്. അപ്പോൾ അതേ നെല്ലിക്കുന്ന് പള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ ദൂരേന്നേ കാണാം പള്ളിയുടെ ആ ഗോപുരവും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ പെരുന്നാളാണ്, ജനുവരി ആദ്യത്തെ ആഴ്ചയാണ് പെരുന്നാളാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാളിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇവിടുത്തെ പുൽക്കൂട് ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് പുൽക്കൂട് കേട്ടോ. അപ്പോൾ ഞാനത് ഓരോ ഭാഗമൊക്കെ നോക്കി കണ്ടു. അപ്പോൾ എനിക്കിത് കാണാൻ ഇഷ്ടം എന്താ വെച്ചാൽ നമ്മുടെ ഡിംപിളും ഇങ്ങനെയാണ് ഓരോന്ന് ചെയ്യുക. അപ്പോൾ അവൾക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്ന് ചെയ്യാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇത് കുറേ പേരുടെ കൈകൊണ്ടാണ് ഇത്രയ്ക്ക് സംഭവമായിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഞാനും ഡാഡിയും സംസാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു കുളം പോലെ കെട്ടി, സ്വിമ്മിങ് പൂൾ, ആ കുളം എന്ന് തന്നെ പറയാം. അതിൽ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ KCYMൻ്റെയാണ് ഇത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ശവക്കോട്ടയിലേക്ക് സിംതേരിയിലേക്കാണ് വന്നത്. അമ്മയുടെ അടുത്തേക്ക് വരാണല്ലോ നമ്മൾ, അതിനാണല്ലോ ഇങ്ങോട്ട് വന്നേക്കണേ. അങ്ങനെ ഇവിടെ വന്നത് അമ്മയുടെ അടുത്ത് വന്നു 2 മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കാരണം 2 കാര്യമാണ്, നാളെ ബർത്ത്ഡേയും കൂടിയാണ് ഡാഡിയുടെ. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഇപ്പം ഞാനായാലും ഡാഡി ആയാലും പിള്ളേരായാലും ഒക്കെ ഇങ്ങനെ ഇവിടെ പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് പോരാറ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എന്നോട് പലരും പറയണത് കേട്ടിട്ടുണ്ട് ജോൺസൺ മാസ്റ്ററുടെ കല്ലറിയൊന്ന് കാണിച്ചു തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിന് പറ്റിയൊരു ദിവസം. അപ്പം നിങ്ങൾക്കത് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നോട് ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ വരുമ്പോഴും ഒന്ന് നോക്കി പോകാറുണ്ട്. എനിക്കെന്തോ
ഭയങ്കര ഒരു വിങ്ങലാണ് ഈ ഒരു ഈ ഒരു കല്ലറ കാണുമ്പോൾ കേട്ടോ. ഇതാണ് ജോൺസൺ മാസ്റ്ററുടെ കല്ലറ. അപ്പം മാഷാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മോളാണ്, അത് കഴിഞ്ഞിട്ട് മോൻ. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കൊല്ലം നിങ്ങൾക്ക് നോക്കിയാലറിയാം. അതെ, അങ്ങനെ തന്നെയാണ്. ആദ്യം മോൻ പിന്നെ മോൾ, അങ്ങനെയാണ് കേട്ടോ, തിരിച്ചിട്ടാണ്. അങ്ങനെ അവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എനിക്ക് അവിടെ അത് കാണുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണ്. ഞാൻ പറയാം, ആ ഒരു എന്താ പറയുക, ആ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ ജോൺസൺ മാസ്റ്ററുടെ വൈഫ് അനുഭവിക്കുന്ന ആ ഒരു സങ്കടം ഞാൻ ഡാഡിയോട് പറയുന്നത്. ഒറ്റയടിക്ക് ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചതെന്ന് വെച്ചാൽ ഇത്രയും സങ്കടമില്ല. ഇത് ഓരോരുത്തരിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാലും എല്ലാം തരണം ചെയ്ത് ഏറ്റവും ഭംഗിയിൽ മുന്നിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോകാനുള്ള അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും ആ റാണി ചേച്ചിയെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്തോരം സങ്കടമുണ്ട്. എന്നാലും ആ മുഖത്ത് നല്ല ശാന്തതയും പുഞ്ചിരിയാണ് കേട്ടോ. തൃശ്ശൂരാണെങ്കിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു ദിവസം കാണണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ മരിയപുരം പള്ളിയിലേക്കാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് മരിയപുരം പള്ളിയൊക്കെ കാണാപ്പാടാ. എൻ്റെ ചേച്ചി പിന്നെ അമ്മച്ചി ഇവിടെയാണ്, പിന്നെ വല്യമ്മയുണ്ട്, പിന്നെ പൊറിജുണ്ടിച്ചനുണ്ട്. അങ്ങനെ കുറേ പേര് ഇവിടെ ഉണ്ട്. 4-5 പേര് നമ്മളുടെ പരിചയമുള്ള എൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പച്ചൻ പുത്തമ്പള്ളിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിങ്ങോട്ട് കടന്നപ്പോൾ, ഞാനും ഡാഡി ഇങ്ങോട്ട് കടന്നപ്പോൾ ഇതാ ഇങ്ങനൊരു കവാടം. എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയിട്ടാവാന്ന് വെച്ച് ഉള്ളിൽ നോക്കിയപ്പോൾ എല്ലാതും എനിക്ക് തോന്നണു എടുത്ത് മാറ്റിയും തോന്നുന്നുണ്ട്. ചെറിയ കുട്ടി സംഭവങ്ങളുള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 ചിറക് കണ്ടപ്പോൾ ഞാനിത് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ മറ്റേ ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് പൊക്കം പോരാ, കുറച്ചും കൂടി പൊക്കമുണ്ടായാൽ അത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡാഡീനെ ഞാൻ നിർത്തിയെടുത്തപ്പോൾ കൊള്ളാം, ഇത് കറക്റ്റായിരുന്നു കേട്ടോ. പക്ഷേ ആ ബാക്കിൽ ആ റെഡ് ബോ വേണ്ടായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഓരോന്നും കണ്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുട്ടി കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയും മത്സരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡൊക്കെ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാം നിങ്ങളെ കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ഞാൻ ആദ്യം വിട്ടുപോയി. ഇപ്പോൾ ഈ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വേഗം അങ്ങനെ നോക്കിയത്. പിന്നെ അതിൻ്റെ തന്നെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. കുറേ പേരൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും, ഞാനിവിടെ എത്തുമ്പോഴേക്കും 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദേ ഓരോന്നും ഇങ്ങനെ നോക്കിയതാ. ഇതന്നെയാണ് ഫസ്റ്റ് പ്രൈസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഫസ്റ്റ് പ്രൈസ് ഇരിക്കുന്നത്. ഇത് സെക്കൻഡ് പ്രൈസ്. പിന്നെ തേർഡും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായി. നല്ല കൗതുകമുള്ള കുട്ടി സംഭവങ്ങൾ. ഒരു അധികം പണിയൊന്നുമില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള തരം കൂടുകളായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്രാവശ്യത്തെ കൂട്. വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാതും കണ്ടതാണ്. ഇത് തേർഡ് പ്രൈസ്. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നേരെ പള്ളിയിലേക്ക് മറ്റേ സിംതേരിയിലേക്കാണ് പിന്നെ കടന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല, ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാ ഭാഗങ്ങളും അത് ഭയങ്കര വൃത്തിയിലാണ് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളത് സ്വർഗീയ പറുദീസ, ഇവിടുത്തെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ഏതോ ഒരു പറുദീസയിലേക്ക് പോകുന്ന പോലെ തന്നെയാണ്. അതായത് എല്ലാവരും സ്വർഗത്തിലാണ് ഉള്ളത് എന്നാണ് കേട്ടോ. ഭയങ്കര നീറ്റാണ്. ഒരുപോലെയുള്ള കല്ലറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ചേച്ചിയാന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പോൾ ഞാനെപ്പോഴും പറയും, ആര് വന്നാലും ചേച്ചി കാണാണ്ട് പോവില്ല, ചേച്ചിക്ക് അവിടെ ഇരുന്നാൽ എല്ലാവരെയും കാണാമെന്ന് പറയും. കാരണം ഏറ്റവും അറ്റത്തുനിന്ന് ശരിക്ക് പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഇപ്പോൾ ഈ ചേച്ചിക്കുള്ളേക്കാളും 2 വയസ്സ് കൂടുതലായി എനിക്കുള്ളത്. ചേച്ചി 56 വയസ്സിലാണ് പോയത്. എനിക്കിപ്പോൾ 58 വയസ്സ് കഴിഞ്ഞു. ജനുവരിയിലാകുമ്പോൾ 59 വയസ്സാവും. അപ്പോൾ എനിക്ക് 3 കൊല്ലം ബോണസാണ് ശരിക്കും ചേച്ചിയെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നപ്പോൾ ഞാൻ പറയായിരുന്നു, ടോണിയേക്കാളും ഡാഡിയേക്കാളും 1 വയസ്സ് താഴെയാണ് ചേച്ചി എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഉണ്ടെങ്കിൽ 63 വയസ്സാണ്. ഡാഡിക്കിപ്പോൾ ഇന്ന് 64ആണ്. അപ്പോൾ 63 വയസ്സാണ് ഉണ്ടാവുക. പക്ഷെ അപ്പോഴേക്കും എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് ആൾ പോയി. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ പറയല്ലേ നല്ലത്. അങ്ങനെ ഇത് ഞങ്ങൾ ആ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് കോളേജിൻ്റെ അതിലെ വരണ വഴിയാണ് കേട്ടോ. അപ്പം ഞാൻ പറയാമായിരുന്നു, ഇവിടെ മാത്രമേ ഉള്ളൂ ഇനി ഇങ്ങനെ മരങ്ങൾ അപ്പുറം ഇപ്പുറം, ബാക്കിയുള്ളിടത്തൊക്കെ വെട്ടി വെളുപ്പിച്ചു. മറ്റേത് നിങ്ങൾക്കറിയാം, നമ്മുടെ നടത്തറയിൽ വഴിയൊക്കെ നല്ല മരങ്ങളായിട്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പം അപ്പോഴാണ് ഇതിങ്ങനെ ഒരു സംഭവം കണ്ടത് കേട്ടോ. നമ്മൾ വണ്ടി എടുക്കുമ്പോഴാണ് കണ്ടത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എപ്പോൾ നോക്കുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നവരുടെ കയ്യിലൊരു കുഞ്ഞു കുട്ടിയുണ്ടാവും. എന്താണതെന്ന് എല്ലാവരുടെയും കയ്യിൽ എപ്പോൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഉണ്ണി ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ ഉണ്ണി ഇവരുടെ കയ്യിൽ തന്നെയുള്ള ഇവരുടെ തന്നെയാണോ,
അതെങ്ങനെയാണ്, കാരണം നമുക്ക് എപ്പോഴും കുഞ്ഞുണ്ണികളെ പിടിച്ച് നിൽക്കുമ്പോഴേ നമുക്കത് ഭയങ്കര വെയിലത്തൊക്കെ നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പം നോക്കിയ സമയം നോക്കിയേ 10:45, 9:45 അത്രയല്ലേ സമയം. ഞാൻ പെട്ടെന്ന് കണ്ടത് അങ്ങനെയല്ല, അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ദേ വരുമ്പോഴേക്കും ഡിവൈൻ ഇവിടെ എല്ലാം ഒരുക്കി കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇനി നൊയമ്പ് വിടാം. അപ്പോൾ എപ്പോഴും നമുക്ക് നൊയമ്പ് വിടാനായിട്ട് പാതിര കുർബാന കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് പാതിര കുർബാനയ്ക്കല്ലല്ലോ ഞാൻ പോയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ ദേ കഴിച്ചു. അപ്പം മീൻ വെച്ചിട്ടുണ്ടായിരുന്നു, വറുത്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് സോസേജും വേറെ എന്തോ ആണ് വറുത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ വേഗം തന്നെ അക്കിയുടെ വീട്ടിലേക്ക് പോയി. കാരണം അവിടേക്കാണല്ലോ ഇന്ന് നമ്മൾ ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറേ ലേറ്റായി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടിപ്പോണത് കേട്ടോ. ഞാനും തോമും കൂടിയിട്ടാണ് പോയത്. ഇപ്പോൾ ചാക്കോച്ചൻ കുളി ഒന്നും കഴിയാത്ത കാരണം നിങ്ങളായും പോലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വലിയ പ്രശ്നമില്ല. കാരണം എല്ലാവരും പാതിര കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എണീക്കാനായിട്ട് കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി കുളി കഴിഞ്ഞതാ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അക്കിയുടെ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയുടെ കുളി എന്ന് പറഞ്ഞാൽ എണീറ്റ് വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ആൾ പുറത്തേക്ക് വരിക. അപ്പോൾ റോസ അതാ ഇട്ടേക്കുന്നത് നമ്മുടെ ഡിവൈൻ ബർത്ത്ഡേ ക്രിസ്മസ് പ്രമാണിച്ച് റോസയ്ക്കും ഡിവൈനും ഡിംപിളിനും ഒരുപോലെ എടുത്തതാട്ടോ ഡ്രസ്സ്. അപ്പോഴാണ് അന്ന വരുന്നത് നമുക്കറിയില്ലായിരുന്നല്ലോ. പിന്നെ അന്ന വന്നപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അന്നയ്ക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അത് നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഇവർ 3 പേരും ഒരുപോലെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിംപിൾ അവിടെയും ഡിവൈൻ ഇവിടേക്ക് ആയിട്ട് അവർ പറയാൻ മറന്നുപോയി, പ്ലാൻ ചെയ്യാനായിട്ട് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ വന്ന് കയറിയതിൻ്റെ പിന്നാലെ ദേ പാച്ചുവിനെയും ചാക്കോനെയും കൊണ്ടുവന്നു ഡൗൺ. കാരണം അവൻ ഒരു സ്വസ്ഥത കൊടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളറിയാതെ ഞാൻ ഓൾറെഡി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കങ്ങനെ കൂടുതൽ കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഡാഡി വേഗം കുറച്ച് ബീഫും കൂർക്കയായിരുന്നു. അപ്പോൾ നമുക്ക് തൃശ്ശൂർക്കാർക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ. അപ്പോൾ ഞാൻ പേരിനൊരു ചെറിയ പീസ് വട്ടയപ്പം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പോൾച്ചേട്ടൻ പോയിട്ട് ഇതാ ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ ഫുഡ് നമ്മൾ സാധാരണ ചേച്ചി സൽക്കാരയിൽ നിന്ന് തന്നെയാണ് വരുത്താറ്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല, അല്ലാണ്ട് സൂപ്പർ ഫുഡ് എന്നൊന്നും പറയാനില്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് നോക്കിയപ്പോൾ നല്ല ഉറക്കക്ഷീണം ഭയങ്കരമായിട്ട് നിൽക്കണം. എനിക്ക് തല ചുറ്റണ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്നിട്ട് പോയി കിടന്നത്. ആ നേരത്തെ എടുത്തതാണ് നമ്മളുടെ പിള്ളേർസ് ഈ ഫോട്ടോസും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ നോക്കണ്ട, എനിക്കൊന്നും ഉറങ്ങി എണീറ്റില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോഴേക്കും ഡിവൈൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എണീക്കുമ്പോൾ ഡിവൈൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഡിവൈൻ കിട്ടിയ നേരം കൊണ്ട് നമ്മുടെ ഈ വീട് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഡിവൈൻ സമാധാനത്തിലാണ് വന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളും മറ്റേ അമ്മലും റോസയും പതുക്കെ റോസ എണീറ്റുണ്ടായിരുന്നു, അമ്മലും തക്കുടും പതുക്കെ എണീറ്റു. അങ്ങനെ എല്ലാവരും ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 11:15 ആയിട്ടുണ്ട് കേട്ടോ കഴിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഉച്ചയിലത്തെ പിന്നെ വേറെ ഒരു പണിയില്ലല്ലോ, എല്ലാതും കൊണ്ടുവന്ന് വെള്ളവും പ്ലേറ്റ് എല്ലാതും ഉണ്ട്, ഒന്നും ചെയ്യണ്ട. എന്നാലും ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തോടെ അതങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ചു നേരത്തോടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1:30 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചാക്കോ ഇരിക്കുന്നുണ്ട്, ചാക്കോൻ്റെ സ്ഥലമാണ് അത്ര അവിടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിലത്തെ വിഭവങ്ങൾ കേട്ടോ. റോസ കൊണ്ടുവന്ന വൈൻ ഉണ്ടായിരുന്നു, ഉണ്ടാക്കിയ വൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ച് പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞു. ഞാൻ ഇന്നലെ ബേബി സണ്ണിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തു. അച്ചപ്പായിട്ടും ഉണ്ടയായിട്ടും ഒക്കെ പുറത്തെടുത്തു. ചായയ്ക്ക് അതൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വർത്താനം പറയാനായിട്ടിരുന്നത്. അതുവരെ എല്ലാവരും തിരക്കിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അന്നയും ഹാരിയും പിള്ളേർസും കൂടിയിട്ട് വന്നു കേട്ടോ. അതും കൂടി വന്നപ്പോൾ കോളം പൂർത്തിയായി എന്ന് പറയാം. അപ്പോഴാണ് പറഞ്ഞത് ഡിംപിളും ആൻസനും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം 28-ാം തീയതി സെൻറ്റ് പോൾസിൻ്റെ ആ പരിപാടിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് എന്തായാലും വായു. അപ്പോൾ ഹാരിക്ക് എന്തായാലും എല്ലാവരും ഉള്ളപ്പോൾ ഒരു ദിവസം നമുക്ക് കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്നാവാമെന്ന് വിചാരിച്ചിട്ട് ഡിംപിളും ആൻസനും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം, നമുക്ക് അവർ വന്നിട്ട് ഒന്നിച്ച് പുറത്ത് പോകാമെന്നിട്ട് അങ്ങനെ വന്ന് ആൻസനും ഹാരിയും അമലും ഡോണും കൂടിയിട്ട് പുറത്തുപോയി. അപ്പന്മാരും 3 പേര്, ഡാഡിമാരും 3 പേരും ഇവിടെ ഉണ്ട്, ഞങ്ങളും ഇവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരം പോണില്ല. അപ്പം നേരം പോകണ്ട, ഇപ്പം എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഡം ഷാഫ് കളിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ.
അങ്ങനെ ദേ ഓരോ ഇത് പറയാണ്. അപ്പോൾ ആൻഡ്രൂവിന് ശരിക്കും മലയാളം ഒന്നും കിട്ടില്ലെങ്കിൽ പോലും അവന് ഓരോ കാര്യങ്ങൾ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവനതനുസരിച്ച് ചെയ്ത് എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റായി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രായത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൊക്കേഷനിൽ കുട്ടികളെ ഫുൾ ടൈം ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് പണി. എന്നിട്ട് സീനാകുമ്പോൾ അവരെ വിളിക്കുമ്പോൾ ഒരാൾ പോവും, അടുത്ത ആൾ തുടങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഇത് കുട്ടികളിങ്ങനെ നിന്ന് കളിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ലൊക്കേഷൻ വിശേഷങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിത് കളിച്ചിട്ടേ ഇല്ല. ഞാൻ കുട്ടികൾക്ക് സിനിമ പേര് പറഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രായത്തിൽ ഇവരെന്നെക്കൊണ്ട് അത് ചെയ്യിച്ചു. ഞാനത് വളരെ സന്തോഷപൂർവ്വം, എനിക്കും ഭയങ്കര സന്തോഷമായി. എനിക്ക് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കൂടെ കൂടാനായിട്ട് പണ്ടേ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദേ ഓച്ചും പാച്ചും വന്നു. അപ്പോൾ ഇവരെ ഇറക്കിയിട്ട് ആൻസൺ അതേ വഴിക്ക് നേരെ പോയിട്ടോ. അപ്പോൾ അവർ അളിയന്മാരെല്ലാവരും കൂടി കൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ ഞങ്ങളുടെ വർത്താനവും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്ക് പോയി. അപ്പോൾ വലിയ ഡാഡിക്കും പോൾച്ചേട്ടനും ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ അക്കിയും ഇതിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും മാറി മാറി, ഞാൻ അക്കിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു എവിടെയോ മിസ്സായിപ്പോയി, റോസൈഡയിലുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കോമഡി ആയിരുന്നു. നല്ല കോമഡി മാത്രമല്ല, നല്ലൊരു നേരം പോക്കും, എല്ലാവർക്കും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വീട്ടുവിശേഷങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഡാഡിയാണ് മെയിനായിട്ട് സിനിമ പേരുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പമുള്ള പേരുകൾ നോക്കിയിട്ട് ആൻഡ്രൂവിനും അല്ലാത്തത് ഇവർക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം ഞാൻ പറഞ്ഞില്ലേ എന്നെക്കൊണ്ട് പറയിപ്പിച്ചു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സംഭവമാണ് തന്നിട്ടുണ്ടായിരുന്നത്. സപ്തശ്രീ എന്തോ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ മറന്നുപോയത്. അങ്ങനെ അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും അതിരുന്ന് ആസ്വദിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞങ്ങൾ പണ്ട് കണ്ണംകുളങ്ങരയിലായിരിക്കുമ്പോൾ ഇതുപോലെയായിരുന്നു. അന്ന് ഇതല്ല കേട്ടോ, വേറെ പല കളികളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കുഞ്ഞു മക്കളല്ലേ, അവരൊക്കെ കുട്ടികൾ, അന്ന് റോസാനെയൊക്കെ ചെറിയ കുട്ടികൾ. അപ്പോൾ അവരുടെ ഒപ്പം ഉള്ള കളികളായിരുന്നു അന്ന് അവരുടെ കൂടെ കളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 എണ്ണം കൂടിയിട്ട് ഫോണിൽ ഇരുന്നിട്ട് ഓരോ കളികളും കാര്യങ്ങളും കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആൻഡ്രോയിൻ്റെ ബബ്ബ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ഇവനത് പറയാൻ കിട്ടണില്ല. അപ്പോൾ അവസാനം അവൻ ബലൂണ് കാണിക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മൂപ്പരത് ഒപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുവരെ കൂടിയപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെയാവാം ഇനി നേരം പോക്ക് എന്നുള്ളത്. കാരണം കുട്ടികളെ ഫോണിൽ നിന്നും ഒന്ന് നീക്കി നിർത്തണമല്ലോ. അങ്ങനെ അപ്പം ഞങ്ങൾ ശരിക്കും ഡയോണിനെയും ഏഞ്ചലിനെയും ബെന്നൂട്ടനെയും മിസ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ചെയ്ത് അവരോട് സംസാരിച്ചപ്പോൾ അവരും ഇന്നലെ കുർബാന കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും പിന്നെ ഇന്ന് അവിടേക്ക് കുറേ ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. എന്നാലും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവിടെയും കഴിഞ്ഞു. അങ്ങനെ കുറേ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആകെ മിസ് ചെയ്യുക ചേച്ചീനെയാണ്. ചേച്ചീനെന്ന് പറഞ്ഞാൽ ശരിക്കും മിസ് ചെയ്യും. അപ്പച്ചനും അമ്മച്ചീനെയും അത്രയ്ക്ക് അങ്ങോട്ട് തോന്നില്ല. കാരണം അവരെയൊക്കെ പോയത് എല്ലാ ചുമതലകളും കഴിഞ്ഞ് സ്വസ്ഥമായിട്ടാണ് പോയത്. പിന്നെ അപ്പച്ചനും അമ്മച്ചിയല്ലേ, അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അവർ പോയി എന്ന് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ചേച്ചിയുടെ പോക്കെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു പോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും അറിയാണ്ട് ഇന്ന് ഞാൻ 2-3 വട്ടം വലിച്ചേച്ചി എന്ന് വിളിക്കുകയും കൂടി ചെയ്തപ്പോൾ എനിക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഇടയിലൊക്കെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയും. ഞാൻ കുട്ടികളോട് തമാശയ്ക്ക് പറയും, അവിടെ പോയവർക്കൊക്കെ നല്ല സുഖമാണ്, ഫുൾ ടൈം വിശ്രമവും, പിന്നെ വല്ല കുട്ടികളെയും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയലോ, അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയും ഞാൻ കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറേ ഇരുന്ന് അപ്പോൾ ഞങ്ങളെപ്പോഴും ഞാനും ചേച്ചി ആയാലും കുട്ടികൾക്ക് അവരുടെ മമ്മി ഇല്ലാത്തതിൻ്റെ ഒരു കുറവില്ലാത്ത രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അവർ സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു അമ്മ വീട് എന്ന് പറയില്ലേ, ഞങ്ങളുടെ തറവാട് പോലെ നമ്മൾ അക്കിയുടെ അടുത്താണ് എപ്പോഴും ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ചേട്ടന്മാർ വരണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒക്കെ റെഡി ആയിക്കോളാൻ പറഞ്ഞു പോകേണ്ട കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളാദ്യം പെൺകുട്ടികളാദ്യം ഭക്ഷണം കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു അവർ വരുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നെയ് റോസ്റ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ദോശ ബാക്കി വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിച്ചു. എനിക്കിന്ന് മൊത്തത്തിലൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചി കിടക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് നാളെ എന്ത് വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇവർ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻ്റെ അക്കിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുക, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വന്നപ്പോഴും അത് തന്നെയാണ് ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച്
നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടറിയാം. ഇന്ന് മൊത്തത്തിൽ എൻ്റെ 2-3 ദിവസത്തെ ഉറക്ക ക്ഷീണം ഭയങ്കരമായിട്ട് ഇത് ഇന്നും ഇപ്പോൾ നല്ലോണം ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ നല്ലോണം ലേറ്റായിട്ട് എണീക്കാം. അതായത് ഇപ്പം നിങ്ങളിത് കാണുമ്പോഴൊക്കെ ഞാൻ മിക്കവാറും കിടന്ന് ഉറങ്ങായിരിക്കും. കാരണം അത്രയും എനിക്ക് എന്തോ കുറേ ദിവസത്തെ ഉറക്ക ക്ഷീണമാണോ എന്താണെന്ന് എനിക്കറിയില്ല, തീരെ വയ്യ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ അവിടുന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ ഓർക്കുമല്ലോ, നമ്മുടെ കൂടെ ഇല്ലാത്തവരെയൊക്കെ നമ്മൾ ഓർക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, എന്തോ എനിക്ക് ഭയങ്കര മനസ്സിൽ എന്തോക്കെയോ ഒരു വിഷമം പോലെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ശരിക്ക് ഡാഡിയുടെ ബർത്ത്ഡേ ആണല്ലോ, 26-ാം തീയതിയാണ് ഡാഡിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഒരിക്കലും ഒരു ദിവസം മുമ്പ് പോലും കേക്ക് കട്ട് ചെയ്യാറില്ല. കാരണം എന്തോ അത് പണ്ട് തൊട്ടുള്ള ഒരു വിശ്വാസമാണ്. കേക്ക് കട്ട് ചെയ്യാൻ തന്നെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് കട്ട് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാരിക്കൊക്കെ പോകണം. അപ്പോൾ ഊബർ ഓൾറെഡി 11:30-ക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 11:30-11:45 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട, കേക്ക് മെഴുതിരി കത്തിച്ച് ഊതുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ബർത്ത്ഡേ എന്നുള്ളത് ബർത്ത്ഡേ കേക്ക് നമുക്ക് പിറ്റേ ദിവസം കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അതോട് കൂടിയിട്ട് പണ്ട് തൊട്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ. ക്രിസ്മസിന് എല്ലാവരും കൂടി കൂടി കഴിഞ്ഞിട്ട് പിന്നെ പാതിരയ്ക്ക് കേക്ക് കട്ട് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ 28-ാം തീയതി ജോർജേട്ടൻ്റെ ബർത്ത്ഡേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക്, അതായത് ആൻഡ്രൂനും ഗബ്രൂനും അന്നയുടെ കുട്ടികൾക്ക് പടക്കം, കമ്പിത്തിരി ഇങ്ങനത്തെ ഒന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും അവർക്ക് വേണ്ടി അത് കത്തിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്പിത്തിരിയും മത്താപ്പവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഇങ്ങനെ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിച്ചതാട്ടോ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ വർത്താനം ഇങ്ങനെ തുടരുകയാണ്, ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട്. അങ്ങനെ കഴിഞ്ഞ് മണി 12 ആവാറായി. പക്ഷേ 12 ആയിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുക. കേക്ക് കട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ, വിശദമായിട്ടുള്ള കേക്ക് കട്ടിങ് ഒന്നുമില്ല. എല്ലാവർക്കും കൂടി ഒരു കേക്ക് മുറിച്ച് കുട്ടികൾക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുക, അല്ലാണ്ട് ഔദ്യോഗികമായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഒരു കേക്ക് കട്ടിങ് അങ്ങനെ അത്രയ്ക്കായിട്ട് അതങ്ങോട്ട് ചെയ്തു. കാരണം എല്ലാവരും ഉള്ള നിലയ്ക്ക് നമുക്കത് ആ ഒരു സംഭവം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ശരിക്കുള്ള കേക്ക് നമ്മൾ ഇന്നാണ്, ശരിക്കും ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ 26-ാം തീയതി തന്നെ. അത് എത്രത്തോളം എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ പറയണത് 25-ാം തീയതി രാത്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ രാത്രി ഞാൻ കറക്റ്റ് എന്തൊക്കെയാണ് ഉണ്ടായി എന്നൊക്കെയുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കും സംഭവം നല്ല ചോക്ലേറ്റ് കേക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. മുറിച്ചതും എടുത്തതും തന്നെ കണ്ടുള്ളൂ, അപ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും കുറേ കേക്ക്, കുറേ മധുരം ഒക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും സാരമില്ല. ഇത് പിന്നെ ഒരേ കുഞ്ഞ് കഷ്ണം എല്ലാവരും ഒരേ കഷ്ണം എടുത്തപ്പോഴേക്കും ആ സംഭവം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഗബ്രു എങ്ങനെയാണെന്ന് വെച്ചാൽ ഗബ്രുവിന് അവന് കൊടുക്കണില്ല എന്ന് ചോദിച്ചിട്ട് അവൻ വിഷമിച്ചിട്ട് അങ്ങനെ നീങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുവന്ന് അവർക്കൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തു. അപ്പോൾ ആരും വിഷ് ചെയ്തില്ല, എല്ലാവരും പറഞ്ഞു 12 മണി കഴിഞ്ഞിട്ട് വിഷ് ചെയ്യാം, ഇന്ന് വിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ വരിക. അങ്ങനെ എല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അന്നയും ഹാരിയും പോയി. അപ്പോൾ അവരെ കൊണ്ടാക്കാനായിട്ട് റോട്ടിലേക്ക് നമ്മുടെ റോസയും തക്കുടും കൂടിയിട്ട് അങ്ങനെ പോയിട്ടാണ്. പിന്നെ ബാക്കി വിശേഷം ഞങ്ങൾ മാത്രമായിട്ടായി. അപ്പം ഞാനും അക്കിയും കുറേ ആ നേരത്തെ ചേച്ചിയുടെ വിശേഷവും പിന്നെ എന്താ പറയുക കുറേ പഴയ വിശേഷങ്ങൾ, പഴയ കുറേ കളികളും കാര്യങ്ങളും അതിനെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഹാരിക്ക് എപ്പോഴും പാച്ചുവിനെ കാണണം എന്ന് പറയും. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിമ്പിളും പാച്ചുവും ഓടി വേഗം വന്നത് തന്നെ കേട്ടോ. കാരണം അവർ പോണതിന് മുമ്പായിട്ട് ഇനി ഒരു ദിവസം കാണാൻ പറ്റില്ല, അപ്പോൾ അതിനാണ് ഇവർ ഓടി വന്നത്. അപ്പോൾ വന്നത് കൊണ്ട് എല്ലാവരും ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാനും എല്ലാവരും കൂടി ഒന്നിച്ച് കാണാനും ഒക്കെ പറ്റി. അങ്ങനെ അന്നയും പിള്ളേർസും പോവുകയാണ് കേട്ടോ. അപ്പോൾ അന്നയുടെ ഡാഡി മരിച്ചിട്ട് 40 വർഷമാണ്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞു, 14-ാം തീയതി അങ്ങോട്ടായിരുന്നു ഡേറ്റ്. 20 വർഷം. അപ്പോൾ അതിൻ്റെ കുർബാനയാണ്. അപ്പോൾ നാളെ, അപ്പോൾ ഇന്ന് നേരത്തെ പോയാലും ഇപ്പം നാളെയും ഈ പറഞ്ഞ പോലെ ഉറക്കം പോവും എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിവൈൻ കംപ്ലീറ്റ് കാര്യങ്ങൾ കിച്ചണിലത്തെ ഒതുക്കി. അപ്പോൾ റോസ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റോസയാണ് സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്യുക. റോസ അന്നേനെ കൊണ്ടാക്കാൻ പോയ നേരം കൊണ്ട് ഡിവൈൻ കംപ്ലീറ്റ് ഒതുക്കി നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കിയതിന് ശേഷം പിന്നെ ഞങ്ങളും ഇറങ്ങി. ഇവരാദ്യം ഇറങ്ങി, അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ.
പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ചാക്കോച്ചനോട് ചോദിക്കുക, നീ ഇവിടെ നിൽക്കണുണ്ടോ, എങ്ങനെയാണ്? അപ്പോൾ അവൻ്റെ വീടാണല്ലോ അത്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഞാനും ചേച്ചിയും കൂടി ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഫുൾ ടൈം ഇന്ന് കിടക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടി എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഡയോണും ഏഞ്ചലും കൊച്ചാണ് മിസ്സിങ്. വേറെ എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ മരുമക്കളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെറിയൊരു ഫാമിലി, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ കേട്ടോ. പേരക്കുട്ടികൾ 7 ആൺകുട്ടികൾ, അങ്ങനെയാണ് നമ്മളുടെ ഇത്. ഒറ്റ പെൺകുട്ടികൾ പോലും ഇല്ല പേരക്കുട്ടികളായിട്ട്. അങ്ങനെ എന്താ പറയുക, ഒരു ക്രിസ്മസ് ആഘോഷവും കഴിഞ്ഞു, ഒരു ബർത്ത്ഡേയുടെ മുന്നോടിയായിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വളരെ സന്തോഷത്തിൽ ഇറങ്ങി. കാരണം നമ്മൾ വിചാരിക്കാണ്ട് കിട്ടുന്ന ദിവസം. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു, മമ്മി 9 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ വരണം എന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇന്നിപ്പോൾ പാതിരിയായി, ചില ദിവസം അങ്ങനെയാണെന്ന് പറയായിരുന്നു. അപ്പം ഞാനും പറഞ്ഞു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക്, അതായത് പട്ടികൾക്കുള്ള ഫുഡൊന്നും കൊടുക്കാണ്ട് പോകുന്നുണ്ടായിരുന്നു. സാധാരണ ഉച്ചതിരിഞ്ഞാണല്ലോ ഞാൻ പാല് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡാഡിയെ കൊണ്ട് പാല് കുടിപ്പിച്ചു. ഡാഡി കിടന്നുറങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലും കുടിപ്പിച്ചു, ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഞാൻ വന്നതിന് ശേഷമാണ് ഇറച്ചി ഒക്കെ ആക്കിയത്. അപ്പോൾ കയറുമ്പോൾ മണി 12ആയി. 12 ഞാൻ ഡാഡിയെ വിഷ് ചെയ്തു. പിള്ളേരുകളൊക്കെ ഓരോരുത്തരായിട്ട് വിഷ് ചെയ്യണു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 12 മണി കഴിഞ്ഞിട്ട് വിഷ് ചെയ്താൽ മതി എന്നാണ് നമ്മളുടെ മനസ്സിൽ. അപ്പോഴാണ് ബർത്ത്ഡേ വിഷ് എന്ന് പറയില്ലേ. അതിൻ്റെ മുമ്പ് എങ്ങനെ വന്നാലും എനിക്കെന്തോ അതിൽ ഭയങ്കര വിശ്വാസം. മുമ്പ് കേക്ക് കട്ട് ചെയ്യുക, മുമ്പ് വിഷ് ചെയ്യുക, അതൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വിഷമമാണ് എനിക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇന്നൊക്കെയുള്ള കേക്ക് വേറെ ഉണ്ട് കേട്ടോ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ സാമുവൽ, നിങ്ങൾക്കറിയായിരിക്കും സാമുവൽ. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായി തോന്നുന്നുണ്ട് ഇത് വന്നിട്ട്. അപ്പോൾ ഡിംപിള് പോകുമ്പോൾ അവൾ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോണ നേരം ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മമ്മി ഇത് സാമുവലേട്ടൻ സർപ്രൈസായിട്ട് ഡാഡിക്ക് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്, മമ്മി ഇത് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ അവളും ഉള്ള കാരണം ഞാൻ വേഗം പോയിട്ട് അതെടുത്ത് ഫസ്റ്റ് ഞാൻ കൊടുത്തത് ഡാഡിക്കാണ് കേട്ടോ. ഡാഡിയുടെ അടുത്ത് കൊടുത്ത ഗിഫ്റ്റ് സാമുവലിൻ്റെയാണ്. അപ്പോൾ ഡാഡിക്കും അത് ഭയങ്കര സർപ്രൈസായി. എനിക്ക് ഇങ്ങനെ ഇത്രയും വിലയുള്ള സാധനം എന്തിനാ ആ കുട്ടി വാങ്ങിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ സാമുവലിനോട് എന്താ പറയുക, പ്രത്യേകം താങ്ക്സ് ഡാഡിയുടെ പേരിൽ ഞാൻ പറയുന്നു. ഡാഡി അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന്. കാരണം പറ്റാറില്ല എടുക്കാനായിട്ട്. പിള്ളേർ നിന്നാൽ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാനെടുത്ത ഫോട്ടോസാണ്, അതുകൊണ്ടാണ് എന്നെ കാണാത്തത് കേട്ടോ. ഞാൻ വേഗം ഇവരൊന്ന് സെറ്റാവണതിൻ്റെ മുമ്പായിട്ട് വേഗം എടുത്തത്. കാരണം പിള്ളേർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ചാക്കോച്ചനും പാച്ചുവിൻ്റെ വിചാരം ആൻസൻ്റെ പോവുകയാണെന്നാണ്. അപ്പോൾ അതിന് പോണതിന് മുമ്പായിട്ടുള്ള ടാറ്റ പറച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡാഡിക്ക് വാച്ച് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. ഡാഡി ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുക. ഡാഡി ഈ കുഞ്ഞു കുട്ടികളുടെ പോലെ ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ അതിങ്ങനെ കുറേ നേരം നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ആൾ സ്വതവേ. അങ്ങനെ 12 കാലമായി. അപ്പോൾ അവരെല്ലാവരും കിടക്കാൻ പോയി. ഞാൻ എൻ്റെ മക്കൾക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട്, അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഞാൻ കുക്കറിലിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആ ചിക്കനാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് ടപ്പെന്ന് വെച്ചാൽ ഒറ്റ വിസിൽ മതി. അപ്പോൾ അത് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴാണ് ഡിവൈൻ പറയണത്, അയ്യോ വിശക്കണു മമ്മി, നേരത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച കാരണം. അങ്ങനെ കേക്ക് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതെടുത്ത് കഴിച്ച് അപ്പോഴേക്കും അവരൊക്കെ കിടന്നതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ചായ, നമ്മുടെ 3 in 1 അതെടുത്ത് അത് കുടിച്ചിട്ടാവാം ബാക്കി പരിപാടികൾ. കാരണം എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോവുക. അപ്പോൾ ഡാഡി പറഞ്ഞു, താൻ എല്ലാതും വിട്ട് കളഞ്ഞ് സുഖമായിട്ടൊന്ന് പോയി കിടന്നുറങ്ങുക, തനിക്ക് ഉറക്ക ക്ഷീണമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ നേരമായി, എനിക്ക് എടുത്ത പണി എടുത്തു കൊടുത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങിയാലും സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞില്ല, നാളെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചായയും കൊണ്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഈ ഫോട്ടോസ്. അതായത് നമ്മൾ കുട്ടികളുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അന്ന് വെറുതെ ഒരു ഡോനറ്റിൻ്റെ മുകളിൽ കുറച്ച് മെഴുകുതിരി കത്തിച്ച് വെച്ച് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ബർത്ത്ഡേയുടെ അന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഫോട്ടോസ്. അപ്പം പതിവ് പോലെ വിനുവിൻ്റെ എഡിറ്റിങ് ഫോട്ടോസിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, കാൻഡിഡ് ഫോട്ടോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ പിന്നെ എല്ലാം റെഡല്ലേ, പിന്നെ കുട്ടികളുടെ ആ ഇതിൻ്റെ കൂട്ടത്തിലല്ലേ എടുത്തത്, അതുകൊണ്ട് എല്ലാം ക്രിസ്മസ് വൈബിൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഫോട്ടോസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ കുറേ പേര് പറഞ്ഞു നല്ല ഭംഗിയുള്ള ഫോട്ടോസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 ദിവസമായിട്ട് ഞാൻ ഓരോ സെക്ഷനായിട്ട് ഇടാണ്. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട്, അതായത് ഡിംപിളിൻ്റെയും മോൻ്റെയും കൂടി ഉള്ളത്. പിള്ളേർസിൻ്റെ 2 പേരുടെ കൂടി ഇട്ടു,
പിന്നെ ഡിമ്പിളുടെയും മോൻ്റെയും കൂടിയുള്ള ഒരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതോടുകൂടി കഴിയുമ്പോഴാണ് നമ്മുടെ ഫോട്ടോ അന്നത്തെ ആ ഫോട്ടോ എടുത്ത സംഭവങ്ങൾ ഫോട്ടോസ് നിങ്ങളെ കാണിച്ച് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഫോട്ടോസും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ എന്നോട് കുറേ പേര് ഈ ഫോട്ടോസ് കണ്ടിട്ട് പറഞ്ഞു കേട്ടോ, ആൻറ്റിയും അങ്കിളും ഭയങ്കര ലക്കിയാണ്, മക്കളും പേരക്കുട്ടികളും ഒന്നിച്ച് ഒരു വീട്ടിൽ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടാന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തിനോടും പറയും, വളരെ അധികം എന്താ പറയുക, നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒരുപോലെ ഒരു എന്താ പറയുക, ഇതുവരെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമാണ്. അപ്പോൾ അതെപ്പോഴും ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഡാഡിക്ക് ഒന്നും കൂടി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.